നിങ്ങളൊരു ASP പ്രൊവൈഡറുമായിട്ട് ഒരു മീറ്റിംഗ് ഇരിക്കാൻ പോവാണ്. ആ മീറ്റിംഗിൽ മിക്കവാറും അവരൊരു ഡെമോ തരും. അതിൻ്റെ കാര്യങ്ങൾ ഒരു പ്രസൻറ്റേഷൻ തരും. മിക്കവാറും ഒരു കോട്ട് ഓൾറെഡി തന്നിട്ടുണ്ടാവും. സോ നമ്മൾ ഈ മീറ്റിംഗ് എങ്ങനെ ഹാൻഡിൽ ചെയ്യും? അപ്പോൾ ഈ മീറ്റിംഗിൽ പ്രധാനമായിട്ടും നമ്മൾ കുറച്ച് കാര്യങ്ങൾ അവരോട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. പല ക്വസ്റ്റ്യൻസും നമ്മുടെ അടുത്തുണ്ടാവും. ബട്ട് നിങ്ങൾ പോകുമ്പോൾ അതൊരു ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് തന്നെ എന്ത് ചെയ്യുക? പോവുക. ഫോർ എക്സാമ്പിളിന് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് പറയാം. ലൈക്ക് ആദ്യം തന്നെ മേ ബി നമുക്ക് ചോദിക്കാം, ഞങ്ങൾ യൂസ് ചെയ്യുന്ന ERP ഏതാണോ ERP ആ ERP വേണമെങ്കിൽ വേർഷൻ ഉണ്ടെങ്കിൽ ആ വേർഷൻ അടക്കം ഇത് നിങ്ങൾ ഇതിന് മുന്നേ നിങ്ങൾ ആർക്കെങ്കിലും ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടോ? മറ്റൊന്ന്, ഇനി FTAന്ന് എന്തെങ്കിലും ചേഞ്ചസ് ഇനിയും വരാലോ. അങ്ങനെ ഒരു ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ എത്രത്തോളം സപ്പോർട്ട് നമുക്ക് കിട്ടും? മറ്റൊരു ക്വസ്റ്റ്യൻ, ഇൻ കേസ് നമ്മൾ ഇൻവോയ്സ് റിജക്റ്റ് ആയി, ഈ പ്രോസസ്സിൻ്റെ ഇടയിൽ റിജക്റ്റ് ആയി, അങ്ങനെയാണെങ്കിൽ എന്താണ് അതിൻ്റെ വർക്ക് ഫ്ലോ? ആർക്കാണ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുക? അതിനെ എങ്ങനെയാണ് നമ്മൾ കറക്റ്റ് ചെയ്യുക? ഈ പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത്? ദെൻ അഗെയിൻ മറ്റൊന്ന്, വൺസ് നമ്മളൊരു തീരുമാനം എടുത്തു, ഇനി നിങ്ങൾ ഈ ASP ആയിട്ട് കണ്ടിന്യൂ ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ എക്സിറ്റ് പോളിസി എന്താണ്? നമ്മുടെ ഡാറ്റ എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുക? ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ് നടക്കുക? ഫൈനലി നിങ്ങൾക്ക് എപ്പോഴും ചോദിക്കാം, വൺസ് നമ്മൾ ഗോ ലൈവിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 20 to 30 ഡേയ്സ് എത്രത്തോളം നിങ്ങൾക്ക് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും? ഇതുപോലുള്ള ഒരു 10-15 ക്വസ്റ്റ്യൻസ് നിങ്ങൾ കയ്യിൽ കണ്ടിരിക്കണം. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനെയർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസിൻ്റെ ലിസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ലിസ്റ്റ് എന്ന് കമൻറ്റ് ചെയ്യുക.